യു പിയിലത്തെ ഒരു 15-16 ദിവസത്തെ കറക്കം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൽഹി എത്തി. ഇപ്പൊ യു പിയിൽ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഡൽഹിയിൽ എത്തിയിട്ട് ഡൽഹി നമുക്ക് മാമനുണ്ട്, അതുകൊണ്ട് ഒരാഴ്ചത്തോളം ഇവിടെ നിന്ന് ഡൽഹി മൊത്തം കറങ്ങാൻ ഇനിയുള്ള പ്ലാന്. ദെൻ അതിന് സഹായിക്കുന്നത് നമുക്കൊരു വണ്ടിയുണ്ട്. സോ രാവിലെ തന്നെ വണ്ടി എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ലോട്ടസ് ടെമ്പിൾ കാണുന്നത്. അതുകൊണ്ട് ഡൽഹി വന്ന് ഫസ്റ്റ് ദിവസം തന്നെ ലോട്ടസ് ടെമ്പിൾ എടുക്കുന്നത്. ആൻഡ് ഇതാണ് ഒരു മെയിൻ റോഡാണ്. ഇവിടുത്തെ പൊല്യൂഷൻ്റെ അവസ്ഥ ഇതാണ്. അത്യാവശ്യം പൊല്യൂഷൻ കുറഞ്ഞു തുടങ്ങി എന്ന് വെച്ച് മൊത്തം പോയിട്ടില്ല. ഫ്രണ്ടിൽ ടിക്കറ്റൊന്നും നമ്മൾ എടുത്തിട്ടില്ല. 2 ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഉള്ളിൽ കയറി ഇവിടെ തന്നെ നടക്കുമ്പോൾ അമ്പലം കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇന്നൊരു ശനിയാഴ്ച ആയിട്ടും ഇത്ര തിരക്കുള്ളൂ എന്നുള്ളതാണ് ഒരു രസം. എൻ്റെ മക്കളെ, ഇങ്ങനൊരു കാഴ്ച നിങ്ങൾ കാണണം. ഓ, ലോട്ടസ് ടെമ്പിളിലേക്കുള്ള വഴി ഒരുക്കി വെച്ചാകേണ്ട രസം. മൊത്തം അടിപൊളി ചെടികളൊക്കെ വെച്ച്, അത് സ്വീറ്റ് ഓറഞ്ചാന്ന് തോന്നുന്നു. ചെറിയ ഓറഞ്ച് പോലത്തെ കണ്ടോ, ചെറിയ ഓറഞ്ച് പോലത്തെ എന്തോ ചെടിയാണ്. അത് അടുത്ത് പോയി കാണാൻ പറ്റില്ല. നല്ല ഒതുക്കി സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ അവരത് ചെയ്ത് വെച്ചേക്കുന്നത്. എന്തൊരു ക്ലീനായിട്ടാണ്. നമുക്ക് ഇതിൽ ഷൂ ഇടാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഈ ഒരു കിറ്റ് വാങ്ങിയിട്ട് കിറ്റിൽ ഷൂ എല്ലാം ഇട്ടിട്ട് വേണം ഉള്ളിലേക്ക് കൈ പിടിച്ച് വേണം കൊണ്ടുപോകാൻ. ഉണ്ടോ, ഷൂ ഇതുപോലെ കിറ്റിലാക്കിയിട്ട് ഷൂ ഇടാതെ വേണം നടക്കാൻ. ഇപ്പോൾ വെള്ളം കണ്ടോ, 4 സൈഡും പൂള് പോലെ നല്ല നീല കളർ പൂള് കെട്ടി വെച്ചേക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കംപ്ലീറ്റ് സൈലൻസ് വേണം. പക്ഷെ നമ്മൾ ഒരു പ്രതിഷ്ഠ ഇല്ലാത്തൊരു അമ്പലം പോലെയാണ്. ഇവർ സമാധാനമായിരുന്നിട്ട് പ്രെയർ ചൊല്ലാനും മെഡിറ്റേഷൻ ചെയ്യാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി ഉള്ളിലത്തെ വീഡിയോസൊന്നുമില്ല. അടുത്ത ഡെസ്റ്റിനേഷൻ പോവാം. ഈ ബൗണ്ടറി ഉണ്ട്, ഒരുപാട് ഓറഞ്ച് മരങ്ങൾ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് ഈ നാരങ്ങയുടെ വലിപ്പം വരുന്ന ഓറഞ്ചാണ്. ചെറിയത് അത് ഒരെണ്ണത്തിൽ ഇത്രയും ഒരാളുടെ അല്ലെങ്കിൽ 2 ആളുടെ ഹൈറ്റുള്ള ഈ ഒരു ഓറഞ്ച് മരത്തിൽ ഒരു 10, 400, 500 ഓറഞ്ച് ഉണ്ടാവും. ചെറിയ പൊടി ഓറഞ്ചുകൾ. അത് നമുക്ക് ആർക്കും പൊട്ടിയാൻ പറ്റില്ല, കാരണം ഇവിടെ അമ്മ കമ്പി വെച്ചിട്ടുണ്ട്. സോ ആർക്കും എൻട്രി ഇല്ല. ലോട്ടസ് ടെമ്പിൾ നമ്മൾ നേരെ വന്നത് കുത്തബ് മിനാർ കാണാനാണ്. കുത്തബ് മിനാർ വരണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. സോ ഇതർ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കാം, അതല്ലെങ്കിൽ അവിടെ QR കോഡ് ഉണ്ട്. ഇങ്ങനത്തെ സ്കാനർ വെച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ആൻഡ് ഇവിടെയും കുത്തബ് മിനാറിലും നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് അകത്ത് കടക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ആ മിനാർ. ഇഷ്ടികൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിനാറാണ് കുത്തബ് മിനാർ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ളതുമാണ് ഈ മിനാർ. 73 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിന് മുകളിലേക്ക് കയറാൻ 399 പടികളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിലേക്ക് എൻട്രി ഇല്ല. 1199 ദില്ലി സുൽത്താനായിരുന്ന കുത്തബ് അൽ ദിൻ ഐബക് ആയിരുന്നു ഈ മിനാറിന്റെ ആദ്യ പണി കഴിപ്പിച്ചത്. ഇതിന്റെ ഭൂരിഭാഗവും ചുവന്ന മണൽക്കല്ലും മാർബിളും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇതിന് ചുറ്റും കാണാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇടിഞ്ഞ പള്ളി ഭാഗങ്ങളും ശവക്കല്ലറുകളും ഗേറ്റുകളും അങ്ങനെ ഒരുപാട്. ഇടിമിന്നലും ഭൂകമ്പവും മൂലം മിനാറിന് പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ചിട്ടുമുണ്ട്. ഡൽഹിയിൽ ഫസ്റ്റ് ദിവസം തന്നെ 3ാമത്തെ ലൊക്കേഷൻ നമ്മൾ വന്നിട്ടുള്ളത് ഛത്തർപൂർ ടെമ്പിളിലാണ്. ഇതാണ് ഛത്തർപൂർ ടെമ്പിൾ. അതായത് നമ്മുടെ അക്ഷർധാം ടെമ്പിൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടെമ്പിൾ ഡൽഹിയിലത്തെ ഛത്തർപൂർ ടെമ്പിളാണ്. കാത്യായനി എന്ന ദേവിക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് ഈ അമ്പലം. ഏതാണ്ട് 70 ഏക്കർ പരന്ന് കിടക്കുന്നതാണ് ഇതിൻ്റെ ഏരിയ. അക്ഷർധാം അമ്പലം കഴിഞ്ഞാൽ ഡൽഹിയിലെ ഏറ്റവും വലിയ അമ്പലവും ഇതാണ്. വേസര എന്ന സ്റ്റൈലിലാണ് അമ്പലത്തിന്റെ പണി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ ഒന്നല്ല 2-3 അമ്പലങ്ങളും ഒരു വലിയ ഹനുമാന്റെ ഒരു വിഗ്രഹം, ഒരു വലിയ സ്റ്റാച്ചു വരെ അവിടെ ഉണ്ട്. അതെല്ലാം പറ്റിയ കണ്ടോക്കാം. 1974 ബാബ സാന്ത് നാഗ്പാൽജി ആണ് അമ്പലം പ്രതിഷ്ഠിക്കുന്നത്. 1998 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സ്മാരകവും ഇതിന്റെ അടുത്ത് സമർപ്പിച്ചിട്ടുണ്ട്.
ഛത്തർപൂർ ടെമ്പിൾ പോകുമ്പോൾ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഹനുമാൻ മന്ദിറും. 100 അടി വലിപ്പമുള്ള ഹനുമാന്റെ പ്രതിമ കാണാനും ആളുകൾക്ക് കുറവില്ല.